പൈതങ്ങളെ, നിങ്ങളുടെ വേദന ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണീരിന്റെ ഓരോ തുള്ളിയും ഞാൻ അറിയുന്നു. നീ പറയാതെ ഉള്ളിൽ പറയുന്ന വാക്കുകൾ പോലും എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാക്കാം, എന്തുകൊണ്ട് ഈ രോഗം എനിക്ക് മാത്രം വരുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ? എൻ്റെ കുഞ്ഞിനി ചിന്തിക്കുന്നത് പോലെ ഓടേക്കല്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിന്റെ അടുത്ത്, നിന്റെ ഹൃദയത്തിനുള്ളിൽ. നിന്റെ ശരീരം ദുർബലമായിരിക്കാം, നിനക്ക് താങ്ങാനാവാത്ത വേദനകൾ ഉണ്ടാക്കാം. പക്ഷേ നിന്റെ ആത്മാവിനെ ഞാൻ ശക്തമാക്കും. നിന്റെ മനസ്സ് തളർന്നിരിക്കാം, പക്ഷേ നീ പേടിക്കേണ്ട. നിന്റെ ഉള്ളിൽ ഞാൻ സമാധാനം നിറക്കും. എന്നിൽ അടിയുറച്ച് വിശ്വസിക്കുവിൻ. നിനക്ക് ഉറങ്ങാൻ കഴിയാത്ത രാത്രികളിൽ, നിന്റെ വേദന കൂടുന്ന ആ നിമിഷങ്ങളിൽ നീ ഓർക്കല്ല. നീ എന്നെ ഓർക്കുവിൻ. നീ എന്നിൽ വിശ്വാസം അർപ്പിക്കുവിൻ. ഞാൻ നിന്റെ അരികിലിരുന്ന് നിന്റെ കയ്യിൽ എന്റെ കൈവച്ച് നിനക്കൊപ്പം കൂട്ടിരിക്കും. നീ ചോദിച്ചല്ലോ, കർത്താവേ, എനിക്ക് സുഖം കിട്ടുമോ? കുഞ്ഞേ, എനിക്കെല്ലാം സാധ്യമാണ്. എന്നാൽ എന്റെ സമയവും എന്റെ പദ്ധതിയും നിനക്കായി ഏറ്റവും നല്ലതായി സംഭവിക്കും. നീ ഇപ്പോൾ കടന്നുപോകുന്ന ഈ രോഗം നിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല. ഇതൊരു വഴിയാണ് നിനക്ക് കൂടുതൽ ശക്തിയേക്കാൻ, നിനക്ക് എന്റെ സ്നേഹം കൂടുതൽ മനസ്സിലാവാൻ. നിന്റെ വേദനകളിൽ ഞാൻ നിനക്കൊപ്പമുണ്ട്. നീ വീഴുമ്പോൾ നിന്നെ ഉയർത്താൻ ഞാൻ നിന്റെ ഒപ്പമുണ്ട്. ഭയപ്പെടരുത്, നിനക്കായി ഞാൻ പോരാടുന്നു. നീ എന്നിൽ ഉറച്ചു വിശ്വസിക്കൂ. നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. ഇപ്പോൾ നിന്റെ കൈ എന്റെ കയ്യിൽ വെക്കൂ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഫലം ചെയ്യും. നിന്റെ രോഗം എന്നെക്കാൾ വലുതല്ല, നിന്റെ വേദന എന്നെക്കാൾ ശക്തമല്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. എന്നെ വിളിക്കൂ, ഞാൻ മറുപടി നൽകും. എന്റെ കുഞ്ഞേ, ഇത് നിന്റെ അവസാനമല്ല, ഇതൊരു പുതിയ ആരംഭമാണ്. മാരകമായ രോഗങ്ങളാൽ വലയുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. എല്ലാവരും സുഖം പ്രാപിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുവിൻ. വേ ടു പീസ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവിൻ. പ്രൈസ് ദ ലോർഡ്.